السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. وعن أم المؤمنين عائشة رضي الله عنها قالت: قال رسول الله صلى الله عليه وسلم: يغزو جيش الكعبة فإذا كانوا ببيداء من الأرض يخسف بأولهم وآخرهم. قالت: قلت: يا رسول الله، كيف يخسف بأولهم وآخرهم وفيهم أسواقهم ومن ليس منهم؟ قال: يخسف بأولهم وآخرهم ثم يبعثون على نياتهم. متفق عليه. ഇഖ്ലാസ് എന്നൊരു അധ്യായത്തിലെ ഹദീസുകളിൽ നിന്ന് രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ ഓതുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: യഗ്സു ജയ്ഷുൻ അൽ കഅബ, ഒരു സൈന്യം വന്ന് കഅബയോട് യുദ്ധം ചെയ്യും, കഅബയെ ആക്രമിക്കും. അതായത് കഅബയെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം വരും. ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, ബൈദാ എന്ന സ്ഥലത്ത് അവർ എത്തിയാൽ, ബൈദാ എന്ന ആ ഒരു നാട്ടിൽ അവരെത്തിയാൽ, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരുടെ ഈ തല മുതൽ ആ തല വരെയുള്ള, അതായത് ഒന്ന് മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ആളുകളെയും അല്ലാഹു തആല ഭൂമി തല കീഴായി മറിച്ച് ശിക്ഷിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്: ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ യഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, എങ്ങനെയാണ് ആദ്യാന്ത്യം വരെ അവരെ അല്ലാഹു തആല നശിപ്പിക്കുന്നത്? വഫീഹിം അസ്വാഖുഹും, അവരുടെ കൂട്ടത്തിൽ അങ്ങാടിയിൽ വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ആ നാട്ടിലെ അങ്ങാടിയിൽ വന്ന കുറേ ആൾക്കാരുണ്ടാവൂലേ, എല്ലാവരും കഅബയെ ആക്രമിക്കാൻ വന്നവരല്ലല്ലോ. നശിപ്പിക്കുമ്പോൾ ആ നാട് മൊത്തം നശിക്കില്ല, അപ്പോൾ അവിടെ അങ്ങാടി വന്നവരുണ്ടാവൂലേ. വമൻ ലൈസ മിൻഹും, മാത്രല്ല ഈ ആക്രമിക്കാൻ വന്നവരല്ലാത്ത ആളുകളും ഉണ്ടാവൂലേ. അപ്പൊ എങ്ങനെയാണ് മൊത്തം ഭൂമി തല കീഴായിട്ട് മറിക്കുന്നത്? ഇവിടെ ആക്രമിക്കാൻ വന്ന ആളുകൾ കുറച്ചല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അതിൽ പെടൂലേ എന്ന് ചോദിച്ചു. ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അതെ, ആദ്യാന്ത്യം അവരെ മറിക്കും, തലകീഴായി മറിച്ച് ശിക്ഷിക്കും. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നെ ഓരോരുത്തരുടെ നിയ്യത്തിനും അനുസരിച്ച് അവരെ പുനർജനിപ്പിക്കപ്പെടും. മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ്. വഹാദാ ലഫ്ദുൽ ബുഖാരി, ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ലഫ്ദ്. എന്താണ് ഈ ഹദീസിൽ പറയുന്നതിൻ്റെ വിവക്ഷ? ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ട ഒരു ഹദീസാണ്. കഅബയെ ആക്രമിക്കാൻ വരുന്ന ഈ സമൂഹത്തിനെ ആദ്യാന്ത്യം, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ആളുകളെയും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. അതില് ആക്രമിക്കാൻ വന്നവരുണ്ടാവും, അങ്ങാടിയെ പോയവരുണ്ടാവും, വെറുതെ അവിടെ ചെറിച്ച് കാത്തിരുന്നവരുണ്ടാവും. പക്ഷേ ദുനിയാവിലെ ശിക്ഷ വരുമ്പോൾ അങ്ങനെയായിരിക്കും. പരലോകത്തേക്ക് ഇവരുടെ നിയ്യത്തിനനുസരിച്ചാണ് പുനർജനിപ്പിക്കപ്പെടുന്നത്. ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ തഖ്ദീറിനെ നമുക്ക് വിലയിരുത്താൻ സാധ്യമല്ല എന്ന വലിയൊരു പാഠമാണ്. എനിക്ക് എന്നും എന്താ ദുരിതം എന്ന് ചോദിക്കുന്നവരുണ്ട്.
അതുപോലെ എന്നെ എന്തിനാ ഇതിൽ പെടുത്തിയത് എന്ന് ചോദിക്കുന്നവരുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാനുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ഒരു നാട്ടിലെ അദാബ് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും അതിൽ പെടും, നിസ്കരിക്കുന്ന ആൾക്കാരും പെടും, നല്ല മനുഷ്യന്മാരും അതിലൊക്കെ പെടും. പക്ഷെ അവർക്ക് പിന്നീട് കൊടുക്കുന്ന പ്രതിഫലം അത് വളരെ വലുതായിരിക്കും. പിന്നെ ഇതിലവരെന്താ പെടാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്, അവരവരുടെ ദൗത്യം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹം നശിച്ചത് എന്ന്. അതായത് ഈ നിസ്കാരക്കാരെ നിസ്കരിച്ച് കുത്തിരുന്ന പോലെയായിരുന്നു, അവർക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. എന്താ ദൗത്യം? ദഅവത്ത്. ഇത് നടത്താത്തതിൻ്റെ പേരിലാണ്, അത് നടത്തിയിട്ടൊന്നും വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അപ്പം നടത്താത്തതിൻ്റെ പേരിൽ ഇവരും ആ കൂട്ടത്തിൽ പെടുമെന്ന്. അപ്പം ഈ ഹദീസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, അതായത് ഭൗതിക ജീവിതം, ദുന്യാവ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു സമയമേ ഉള്ളൂ. നമുക്കിത് വലുതായിട്ട് അങ്ങനെ തോന്നുകയാണ്, ഇത് കുറേ ആയിട്ട് തുടങ്ങിയിട്ടെന്ന് നമുക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ മുമ്പ് നമുക്ക് മറ്റൊരു രംഗം ഉണ്ടായിരുന്നു, ഉമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത്. അന്ന് അതും നമുക്ക് വലുതാന്ന് തോന്നിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദുന്യാവിലേക്ക് വന്നപ്പോഴാണ്, അതായത് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയും വിശാലാണോ ലോകമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി വിസ്തൃതമായ ലോകമാണ്, വിശാലമായ കാലഘട്ടമാണ്. ഇനി അടുത്ത ലോകത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇതിനേക്കാളും, അതായത് ഉമ്മയുടെ ഗർഭപാത്രവും ദുന്യാവും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണോ അതിനേക്കാളും വലിയ റേഷ്യോയിലേക്കാണ് ഇനി നമ്മൾ പോകാനുള്ളത്. അപ്പോൾ ദുന്യാവുമായി ബന്ധപ്പെടുത്തി ആഖിറത്തിലേക്ക് നോക്കുമ്പോൾ അത് വളരെ പ്രവിശാലമാണ്. അത് അവിടെ പ്രവിശാലമായ ജീവിതവുമാണ്. ഇത് കേവലം ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണശാല മാത്രമാണ് ദുന്യാവ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അതായത് ഒരു സീരിയലാണെന്ന് വെച്ചാൽ ഒരുപാട് എപ്പിസോഡുകളുണ്ട്. ആ എപ്പിസോഡുകളെല്ലാം കൂടി കഴിഞ്ഞാലാണ് നമുക്ക് എന്താവുള്ളൂ, ഒരു ചിത്രം കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കരയും, ഒരു ദിവസം ചിരിക്കും, ഒരു ദിവസം ദേഷ്യപ്പെടും, ഒരു ദിവസം സങ്കടപ്പെടും. ഇങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകും. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത്, അള്ളാഹുവിൻ്റെ ഒരു ചര്യയുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ചര്യ. ഒരു പ്രയാസം വന്നാൽ അതിൻ്റെ കൂടെ ഒരു എളുപ്പം വരാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ രണ്ടായത്തുകളാണ് അള്ളാഹു തആല അടുത്ത് വെച്ച് പറഞ്ഞത്. അപ്പോൾ ആ ആഖിറവും കൂടെ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും അവിടെ ചെന്ന് ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം ഇത് കണ്ടാൽ മനുഷ്യൻ പറയുന്നതാണ്, ഈ അനുഗ്രഹമൊന്നും ലഭിക്കാത്തവർക്ക്, ഉദാഹരണത്തിന് ദുന്യാവിൽ അന്ധനായി ജീവിച്ചവൻ, ബധിരനായി ജീവിച്ചവൻ, കാലിനോ കയ്യിനോ സ്വാധീനമില്ലാതെ ജീവിച്ചവൻ, വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിച്ചവൻ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം കണ്ടാൽ ആരോഗ്യവാന്മാരായ നമ്മളൊക്കെ കൊതിച്ചു പോകുന്ന, അള്ളാഹിനോട് പറയും, പഠിച്ചവനെ എനിക്കും കണ്ണിന് കാഴ്ച വേണ്ടിയിരുന്നില്ല ദുന്യാവിൽ, ഇത്രമാത്രം നീ കൊടുക്കുമെന്ന് അറിയാമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ണിൻ്റെ കാഴ്ച ഒഴിവാക്കായിരുന്നു, എനിക്ക് നടക്കേണ്ടിയിരുന്നില്ല, എനിക്ക് ക്യാൻസർ പിടിച്ചാണ്ട് ജീവിതം കഴിച്ചാൽ മതിയായിരുന്നു. കാരണം ഇത്രമാത്രം പ്രതിഫലം കൊടുക്കും ഇല്ലേ? കുറേ പാട്ടുകൾ, കുറേ കവിതകളൊക്കെ ഈ സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ നിരീശ്വരവാദത്തിലേക്ക് ചിന്തിക്കുന്ന, കണ്ണിനും കരളിനും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം, ഇനിയൊരു ജന്മം തന്നിരുമോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇയാളുടെ ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിൽ പിന്നെ കൂരിരുൾ നൽകിയിട്ട്
എന്താണ് കാരുണ്യവാനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എത്രയെത്ര ഐത്താമു, എത്ര യതീമുകൾ, എത്ര പട്ടിണിക്കാർ, ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ എന്ന് ചോദിച്ച് ആളുകളെ വട്ടാക്കുന്ന കുറെ പരിപാടികളുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇതിനെ കേവലം ദുന്യാവ് കൊണ്ട് ലോകം അവസാനിക്കും, അതോടുകൂടെ കഴിഞ്ഞു എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നമൊക്കെ ഉള്ളൂ. അതല്ല, നമ്മുടെ ജീവിതം ഇവിടെയല്ല. ഇതൊരു നൈമിഷികമായ ഒരു ചെറിയ യാത്രയുടെ ടെന്റ് മാത്രമാണ്. ഈ ടെന്റ് വിട്ട് നമുക്ക് ഇനി യാത്ര ചെയ്യാനുണ്ട്. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാത്രയിൽ ഒരു നിഴല് പോലെയാണ്. ആ നിഴല് ഇനി വിട്ടുള്ളൂ, ഒരു മരത്തിന്റെ തണല് പോലെയാണ് ഇപ്പൊ ദുന്യാവ്. അതങ്ങനെ കഴിഞ്ഞു പോകും ഇനി. അപ്പൊ ഇങ്ങനെ ദുന്യാവിനെ മാത്രം ലാക്കാക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ വരുന്നത്. അത് മാറ്റി ആഖിറത്തിലേക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, പിന്നെ പ്രശ്നമില്ല. അപ്പോ അല്ലാഹു തആല എന്തേ ഫലസ്തീനിൽ എത്ര കുരുന്നുകളാ മരിച്ചു വീണത് അല്ലേ? എത്ര ജനങ്ങൾ ദുആ ചെയ്തു, എവിടെയൊക്കെ എല്ലാവരും ദുആ ചെയ്ത്. എന്തേ ഫലസ്തീനിൽ പിന്നെയും ഇങ്ങനെ നടന്നു? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഫലസ്തീനിൽ ഒരാൾ പോലും ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തോ? ആത്മഹത്യ ചെയ്തില്ല. ഈ രംഗം കണ്ടിട്ട്, സ്വന്തം മക്കള് മരിച്ചു വീഴുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഉമ്മ ആത്മഹത്യ ചെയ്തോ? അപ്പൊ എന്താണ് അവരെ അങ്ങനെയൊക്കെ പിടിച്ചു നിർത്താനുണ്ടായ ഒരു കാരണം? അവർക്ക് അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്. പിന്നീട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ല സൂഫിയായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാരൊന്നുമല്ല. ഈ ഒരുപാട് ഹറാമുകളിലൂടെ നയിച്ചിരുന്ന ആളുകളാണെന്ന് ഫലസ്തീൻ സന്ദർശിച്ചവർക്ക് അറിയാൻ പറ്റും. അതായത് അർദ്ധനഗ്നരായും ഫുൾ നഗ്നരായും ആണും പെണ്ണും ഒരുമിച്ച് പുഴയിൽ കുളിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു തരം സമൂഹമായിരുന്നു. എല്ലാവരും എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അവിടെ അതാ പറഞ്ഞപ്പോ എന്തായി? എല്ലാവർക്കും കിട്ടി. പക്ഷെ അങ്ങനെ കിട്ടിയപ്പോഴും അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമുണ്ട്. കാരണം ഇതൊന്നും വെറുതെ ആവൂല എന്ന വിശ്വാസമുള്ളതിന്റെ പേരിൽ അവരെന്ത് ചെയ്തില്ല? അവർ ആത്മഹത്യ ചെയ്തില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന് നാം ആഖിറവുമായി ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അർത്ഥം കിട്ടുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിച്ചൊക്കെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഈ ജീവിക്കാനുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുക. നമ്മളിപ്പോൾ ജീവിതത്തിൽ ആകെ ചെയ്യണ പണി എന്താ? ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുക. ദുന്യാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കലല്ലേ നമ്മളെ പണിയാകെ. ഇതിനു വേണ്ടിയാണോ ഒരു മനുഷ്യന്റെ ജീവിതം? എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു റഹ്മാനായ റബ്ബി, നമ്മുടെ പാപങ്ങളെ പൊറുക്കണമേ റഹ്മാനേ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും സഫലീകരിക്കണമേ റഹ്മാനേ. രോഗങ്ങളെ ശിഫയാക്കണമേ അല്ലാഹ്. പ്രയാസങ്ങളെ നീക്കിക്കളയണമേ റഹ്മാനേ. നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ മാറ്റങ്ങൾ ഉണ്ടാക്കണമേ റഹ്മാനേ. അല്ലാഹുവേ,